മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും എല്ലാ നിലയിലും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും പ്രയത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. മനുഷ്യരുടെ ജീവിതത്തിൽ രണ്ട് പ്രധാന അവസ്ഥകളുണ്ട് മനുഷ്യവംശത്തിൽ. അത് ഏറിയും കുറഞ്ഞുമാണ് ആ രണ്ട് സാഹചര്യങ്ങളും ഉണ്ടാകുന്നത്. അതിലൊന്ന് ദാരിദ്ര്യം അഥവാ ഫഖറാണ്. രണ്ട് അൽ-ഗിന സാമ്പത്തിക ശേഷി ഉണ്ടാകൽ അഥവാ ഐശ്വര്യം. ഇങ്ങനെ രണ്ട് വശങ്ങളാണ് മനുഷ്യരുടെ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. അതിന് എക്കാലവും തെളിവും സാക്ഷ്യവും ഉള്ളതാണ്. ദാരിദ്ര്യം എന്ന വിഷയത്തിലും ഈ ഗിന എന്ന ഗനിയ് എന്ന വിഷയവും ഉൾപ്പെടുത്തി ഇമാം ബുഖാരി അലൈഹിർ റഹ്മ അതിൻ്റെ അധ്യായമായി കൊടുത്തത് ബാബുൽ റിഖാഖാണ്, നിർമ്മല ഹൃദയം അല്ലെങ്കിൽ ഹൃദയ നൈർമല്യം. അതിൽ 3 വളരെ പ്രസിദ്ധമായ ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊന്ന് സഹ്ല് ബിൻ സഅദ് അസ്-സാഇദി റളിയല്ലാഹു അൻഹു വഴി ഉദ്ധരിച്ച ഒരു വചനമാണ്. അത് പല നിലയിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആശയം ഇപ്രകാരം: നബിയുടെ അരികിലൂടെ ഒരാൾ നടന്നുപോയി. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുക? അപ്പോൾ സഹാബികൾ പറഞ്ഞു, അദ്ദേഹം വലിയ കുടുംബ പശ്ചാത്തലമുള്ളയാൾ, സ്വാധീനമുള്ളയാൾ, ഏത് സദസ്സിൽ ചെന്നാലും പ്രവേശനം ലഭിക്കുന്നയാൾ, വിവാഹാഭ്യർത്ഥനകൾ അപ്പടി സ്വീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. കുറേ കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ മർറ റജുലുൻ ആഖറ, വേറൊരാൾ നബിയുടെ അരികിലൂടെ പോയി. അത് സുഫയിൽപ്പെട്ട ഒരാളായിരുന്നു. നബി ചോദിച്ചു, ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഒരു സാധുവും ഫക്കീറുമാണ്. ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സദസ്സിൽ പ്രവേശനം ലഭിച്ചുകൊള്ളണമെന്നില്ല. വിവാഹാഭ്യർത്ഥനകൾ ആരും ചെവിക്കൊള്ളണമെന്നുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു മറുപടിയുണ്ട്: ഹാദാ ഖൈറും മിൻ മിൽഇൽ അർളി മിഥില ഹാദാ. ഇദ്ദേഹത്തെ പോലുള്ളവർ ഭൂതലം മുഴുവൻ സമ്പത്ത് ലഭ്യമാകുന്നതിനും ഉത്തമനാകുന്നു നിങ്ങൾ രണ്ടാമത് വിലയിരുത്തിയ ഈ സാധു മനുഷ്യൻ. അത് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ഉണർത്തി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഇസ്ലാമികമായ പദവിയും അള്ളാഹുവിങ്കലുള്ള സ്ഥാനവും
ദാരിദ്ര്യത്തെ നോക്കിയിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി നോക്കിയിട്ടോ അല്ല, രണ്ട് വിഭാഗത്തിനും അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ അവർ പരിശ്രമിച്ചാൽ മതിയാകും. അവരുടെ വിശ്വാസവും സ്വഭാവവുമാണ് അതിൽ പരിഗണിക്കപ്പെടുന്നത് എന്ന് ഉണർത്തുന്നതോടൊപ്പം നബിയുടെ ഒരു ചോദ്യം, ഹൽ തദറൂന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന മിൻ ഖൽഖില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബികൾ മൗനം ഭജിച്ചു. റസൂലുള്ള അപ്പോൾ അതിന് മറുപടി നൽകി. ഖാല അൽ ഫുഖറാഉ അൽ മുഹാജിറൂൻ അല്ലദീന തുസദ്ദു ബിഹിം അദ്ദുബൂർ വതത്തഖി ബിഹിം അൽ മക്കാരിഹ. സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച രണ്ടാമത്തെ വചനമാണ്. അപ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഉണർത്തിയത് ആദ്യമായി പരലോക വിജയം കരസ്ഥമാക്കി അള്ളാഹുവിൻ്റെ തൃപ്തിയോടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ദരിദ്രരാണ്, ഹിജ്റ പോയവരുമാണ്. അവർ ആണ് അല്ലദീന തുസദ്ദു ബിഹിം അദ്ദുബൂർ, ഒരു നാടിൻ്റെ അതിർത്തിയെ കാത്ത് നിലകൊള്ളുന്നത് അവരാണ്. ത്യാഗശീലരാണ് അവർ. അപ്പം മദീനയുടെ 4 അതിർത്തികളിലും രാപകൽ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വലിയ ത്യാഗം ഏറ്റെടുത്തവരാണ്. അവരായിരിക്കും പറഞ്ഞ രാജ്യസുരക്ഷാ ഭാരത് നിലനിർത്തുന്നതിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന കാവൽ ഭടന്മാരായിട്ടുള്ള പട്ടാള ജോലിക്കാരായിട്ടുള്ള ആളുകൾ. അവരാണ് നാടിനെ സുരക്ഷിതമായി നിലനിർത്തുക. എല്ലാ അനർത്ഥതകളെയും അവരാണ് തടയുന്നത്. അപ്പോൾ നാടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് നിർഭയത്വം മാത്രമല്ല, സ്വൈര്യ ജീവിതത്തിന് അവസരം ഉണ്ടാക്കുക. അവരാണ് സ്വർഗപ്രവേശനം മനുഷ്യ സൃഷ്ടിപ്പിൽ ആദ്യമായി അള്ളാഹുവിങ്കൽ എത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട്, അതുപോലെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോടും ചോദിച്ച ഒരു ചോദ്യോത്തരമുണ്ട്. അതും സഹീഹുൽ ബുഖാരിയുടെ റിവായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഖബ്ബാബ് പറഞ്ഞു, ഞങ്ങൾ ഹിജ്റ വന്നു, ഞങ്ങൾക്ക് അള്ളാഹുവിങ്കൽ പ്രതിഫലം ഉറപ്പായി. ഞങ്ങൾ വേറൊന്നും ആഗ്രഹിച്ചല്ല ഹിജ്റ പുറപ്പെട്ടത്. പടച്ചവൻ്റെ പ്രീതി മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ, അല്ലെങ്കിൽ പരലോക പ്രതിഫലം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ധന്യതയുടെ നിദാനം ഹിജ്റയായി വന്നു, പരലോക വിജയത്തിൻ്റെ. ഞങ്ങളിൽ ചിലർ മനസ്സിൽ ഹൃദയത്തിൽ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളവരുണ്ടായി. പക്ഷേ അതൊന്നും നിറവേറ്റാൻ കഴിയാതെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിയത്. അദ്ദേഹം മക്കയിലെ വലിയ സമ്പന്നനായിരുന്നു, വലിയ ആർഭാട ജീവിതം നയിച്ചയാളാണ്. സുഖലോലുപതയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിത്യവൃത്തിയുടെ നിദാനം. അങ്ങനെയാണ് ദീനിലേക്ക് വന്നത്. പിന്നീട് നബി ഹിജ്റ വരുന്നതിന് മുൻപ് തന്നെ മദീനയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞയച്ച ഒരു സഹാബി അദ്ദേഹം വഴിയാണ് മുഹാജിറുകൾ എത്തുന്നതിന് മുൻപ്
അൻസ്വാറുകളെ ഖുർആൻ പഠിപ്പിക്കുന്ന ചുമതല ഏറ്റെടുത്ത് ആ കാര്യം ഭംഗിയായി നിർവഹിച്ചത്. അപ്പോൾ വളരെ കുറഞ്ഞ മാസമാണ് പിന്നെ ഉള്ളത്. ഉഹദ് യുദ്ധത്തിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഖബറിൽ വയ്ക്കുമ്പോൾ ഇതേ സഹാബികൾ പറയുന്ന മറുപടിയുണ്ട്. തലയുടെ ഭാഗത്ത് ഒരു പുതപ്പ് മാത്രമേ അദ്ദേഹത്തിന് സമ്പത്തായിട്ടുള്ളൂ. ആ പുതപ്പ് രക്തസാക്ഷികൾ അതേ അവസ്ഥയിലാണ് കബറടക്കം ചെയ്യപ്പെടുക. തലയുടെ ഭാഗത്തേക്ക് വലിച്ചിടുമ്പോൾ കാല് വെളിവാകും, കാലിലേക്ക് വലിച്ചിട്ടാൽ തല വെളിവാകും. അപ്പോൾ ഞങ്ങൾ തലയുടെ ഭാഗം മൂടിയിട്ട് കാൽഭാഗത്ത് മദീനയിൽ സുലഭമായി വളരുന്ന ഇദ്ഹർ എന്ന ഒരു പുല്ല്, അത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കാൽഭാഗത്ത് മൂടിയിട്ടാണ് കബറടക്കം ചെയ്തത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഹ്സാബ് മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖലാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലു തബ്ദീല. വിശ്വാസികൾ അള്ളാഹു അവർക്ക് നൽകിയ വാഗ്ദത്തവും കരാറും നിറവേറ്റിയവർ, സത്യമായി ഉൾക്കൊണ്ടവർ, അതവരുടെ ജീവിതമായി അവർ സ്വീകരിക്കുകയാണ്. പടച്ചവൻ അവർക്ക് നൽകിയ വാഗ്ദത്തം. അവരിൽ ചിലർ അവരുടെ ഓഹരി പൂർത്തിയാക്കി ലോകത്തോട് യാത്ര പറഞ്ഞു. അതിൽ ഒരു ഗണത്തിൽപ്പെട്ടതാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ. വമിൻഹും മൻ യൻതളിർ, അല്ലാഹു വാഗ്ദത്തം ചെയ്ത ആ മഹത്തായ പ്രതിഫലം കാത്ത് സൂക്ഷിക്കുന്നവരാണ് പിന്നീട് ബാക്കിയുള്ള കുറേ ആളുകൾ. വമാ ബദ്ദലു തബ്ദീല, ഇത് രണ്ടിനുമിടയിൽ മൂന്നാമതൊരു വഴി അവർക്കില്ല. ഈ ദുനിയാവിൽ യാതൊന്നും മോഹിച്ചല്ല ഇസ്ലാം സ്വീകരിച്ച് ഈ ത്യാഗം സഹിച്ച് കഷ്ടതകൾ പേറി ജീവിക്കുന്നത്. ഞാൻ മുസ്ലിമായത് ഇസ്ലാമിനെ സ്നേഹിച്ചിട്ടാണ്. ഹിജ്റ വന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം തേടിയിട്ടാണ്. അങ്ങയോടൊത്ത് സഹവസിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിനപ്പുറം വേറൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. സഹാബികളുടെ മറുപടിയാണ്. വിശുദ്ധ ഖുർആനിൽ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ അലൈഹിർ റഹ്മയുടെ ഒരു പ്രാർത്ഥന, ഖുർആനിലെ നിരവധി ആയത്തുകളുടെ ആശയം ഉൾക്കൊണ്ട ഒരു ദുആ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ, നിന്നോട് ഞാൻ അഭയം തേടുന്നത് നിരന്തരമായ പ്രവർത്തനങ്ങൾക്ക് വിഘാതമാകുന്ന അലസതയിൽ നിന്നാണ്. മടി പിടിക്കുക, അലസതയിൽ നിന്ന് അഭയം തേടുന്നു. വൽ ഹരിമി, പ്രായത്തിൻ്റെ ആധിക്യം മൂലം ഒന്നും മനസ്സിലാകാത്ത എന്താ അതിന് പറയുക, ഒന്നും പറയാനോ മനസ്സിലാക്കാനോ ചെയ്യാനോ കഴിയാത്ത പൂർണ്ണ ദുർബലത, ആ അവസ്ഥയിൽ നിന്നും നിന്നോട് അഭയം തേടുന്നു. വൽ മഅ്സം, പാപങ്ങൾ നിലനിൽക്കെ ജീവിച്ച് അവസാനിപ്പിക്കുന്ന ഭീതിതമായ സാഹചര്യത്തിൽ നിന്നും അഭയം തേടുന്നു. വൽ മഗ്റം, കടബാധ്യതയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. ഒമിൻ ഫിത്തിനത്തിൽ ഫഖർ, ഈ ഹദീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ അവിടെയാണ്. ഇല്ലായ്മ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, അതിൻ്റെ പരീക്ഷണം, ഫിത്തിനയിൽ നിന്ന് നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ വഅദാബിൽ ഖബർ,
ഖബർ ശിക്ഷയിൽ നിന്നും ഒമിൻ ശർരി ഫിത്തിനത്തിൽ ഗിന, സമ്പത്ത് ഉണ്ടാക്കി തീർക്കുന്ന ഫിത്തിനയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഒരു വശത്ത് ദാരിദ്ര്യത്തിൽ നിന്നാണ്, അതിൻ്റെ ഫിത്തിന ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. രണ്ടാമത് സമ്പത്ത് വന്നതിന് ശേഷം ആ സമ്പത്തുണ്ടാക്കുന്ന ഫിത്തിനയാണ്. അതിൻ്റെ ഷർറായ ഒരുപാട് ഭാഗം, അതിൽ നിന്നാണ് ഞാൻ നിന്നോട് അഭയം തേടുക. ഫിർഔനിൻ്റെ രാജസദസ്സിൽ രണ്ട് പ്രമുഖരാണുള്ളത്. ഒന്ന് കാറൂനും മറ്റൊന്ന് ഹാമാൻ. കാറൂനിനെ കുറിച്ച് സൂറത്തുൽ ഖസസ് സവിസ്തരം, ആ നാട്ടിലുള്ള ഏറ്റവും വലിയ ആധിപത്യം, സമ്പദ്ഘടന, സ്വേച്ഛാധിപനായ ഫറോവയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്, അയാൾ ആ നാട്ടിൽ ചെയ്തു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ആ രാജ്യത്തെ, ഈജിപ്തിലെ ജനങ്ങൾ പോലും ആഗ്രഹിച്ചിരുന്നത് അതുപോലെ എത്തിച്ചേരാനാണ്. ഒരു നാൾ ഞങ്ങളും അതുപോലെയൊക്കെ ആകും. അതിനു വേണ്ടിയുള്ള കഠിന പ്രയത്നമാണ്. അത്രയും വലിയ അമ്പലചുംബികളായ വീടുകളും കൊട്ടാരങ്ങളും മണിമന്ദിരങ്ങളും ഉദ്യാനങ്ങൾ, തടാകങ്ങൾ, നീന്തിക്കുളിക്കാനുള്ള സൗകര്യങ്ങൾ, ക്ഷേത്രം, അങ്ങനെ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒരു ഭൂപ്രദേശം ഒന്നടങ്കം സ്ഥാപിച്ചയാളാണ്. അപ്പോൾ മൂസ അലൈഹിസ്സലാമിലൂടെ അള്ളാഹു നൽകിയ ഒരു നിർദ്ദേശം ഇതൊന്നും വേണ്ട എന്നോ ഉണ്ടാക്കണ്ടെന്നോ അല്ല. വബ്തഗി ബിമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ. നിനക്ക് അള്ളാഹു നൽകിയതും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതുമായ ശേഷികളുണ്ട്. അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. അതെല്ലാം ഉപയോഗിച്ച് ആഖിറത്തെ നീ തേടണം, മരണാനന്തര ജീവിതത്തെ തേടണം. അതുകൊണ്ട് ദുനിയാവിലെ ഒരു കാര്യവും നീ മറന്നു കളയുകയും ചെയ്യണ്ട. ദുനിയാവിലെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിൽ യാ ബനി ആദം, അപ്പൊ മുഴുവൻ മനുഷ്യരോടുമാണ് ശാസന. മനുഷ്യവംശമേ, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ് കുലൂ വഷ്റബൂ വലാ തുസ്രിഫൂ. മനുഷ്യവംശമേ, നിങ്ങൾ എല്ലാ അലങ്കാരങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുക. വിശിഷ്യ പ്രാർത്ഥനാലയങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ വേഷം ഏറ്റവും നന്നായിരിക്കണം. അതെല്ലാം നിങ്ങൾ എടുക്കാം. അതിന് നിങ്ങൾക്ക് പണം ചെലവഴിക്കാം, നല്ല ഡ്രസ്സുകൾ ഉണ്ടാക്കാം, ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കണം. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ കുലൂ വഷ്റബൂ. നിങ്ങൾക്ക് ആഹാരം വേണ്ടുവോളം കഴിക്കാം, പാനീയങ്ങൾ ഉപയോഗിക്കാം, അഥവാ ഭക്ഷണം തിന്നുകയും കുടിക്കുകയും ചെയ്യുക. പക്ഷെ ഒരു വ്യവസ്ഥയുള്ളൂ, വലാ തുസ്രിഫൂ. നിങ്ങൾ ഇസ്റാഫ് കാണിക്കരുത്. യാതൊന്നിലും അമിതമായി ഒന്നും ഉപയോഗിക്കരുത്, ഭക്ഷണമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുന്നത് വരെ നബി പ്രവാചകൻ ലം യഅകുൽ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹവാനി ഹത്താ മാത. നബി മരിക്കുന്നത് വരെ തീൻമേശയിൽ ഭക്ഷണം വച്ചിട്ട് റസൂലുള്ള കഴിച്ചില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ വച്ച് കഴിക്കേണ്ട ഒന്നിലധികം വിഭവങ്ങൾ ചുറ്റും വച്ചിട്ട് എടുത്ത് കഴിക്കേണ്ട ഒരു ഭക്ഷണക്രമം നബിക്ക് ഉണ്ടായില്ല. കാരണം അതിനുള്ള സാമ്പത്തികം ഇല്ല.
തീന്മേശ വേണ്ടെന്നും അവിടെ ഇരുന്ന് കഴിക്കാൻ പാടില്ല എന്നുമല്ല, നബി അങ്ങനെയാണ് ജീവിച്ചത്. ഹത്താമാത്ത ഒമാ അക്കല ഹുബുസൻ മുറക്കിക്കൻ ഹത്താമാത്ത, നേരിയ കനം കുറഞ്ഞ പരത്തി ഉണ്ടാക്കുന്ന പത്തിരിയും അവിടെ നിന്ന് കഴിച്ചില്ല മരിക്കുന്നതുവരെ. എന്ന് പറഞ്ഞാൽ പരുപരുക്കൻ ഭക്ഷണമാണ്. ചിലപ്പോൾ ഉണങ്ങിയ റൊട്ടി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടായിരിക്കും കഴിക്കുക. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി എൻ്റെ പ്രവാചകൻ വഫാത്തായി. അപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഗോതമ്പുകളാണ് ഉണ്ടായത്. അതാണ് എൻ്റെ അടുക്കലുള്ള ആകെ സമ്പത്ത്. ഞാൻ വരുന്നവർക്കൊക്കെ അതിൽ നിന്ന് അളന്നു കൊടുക്കും. എത്രയോ നാള് ഞാൻ അതിൽ നിന്ന് എടുത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അത് പിന്നീട് തീർന്നു പോയത്. അത് നബിയുടെ മുഅ്ജിസത്തും ആ ഹദീസിലുണ്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നബി അത്രത്തോളം ഭൗതിക വിരക്തിയല്ല, എന്നാൽ ആ കാലത്ത് അദ്ദേഹത്തിന് ലഭ്യമായിരുന്ന ഭക്ഷണക്രമങ്ങൾ സൂക്ഷ്മതയോടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ജീവിച്ചിരുന്നു എന്നർത്ഥം. അനാവശ്യത്തിന് ഭക്ഷണങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. കാലങ്ങൾ മാറിയപ്പോൾ ഖാറൂനിനെ ഉപദേശിച്ച ഉപദേശത്തിൽ ഒരു വാക്കുകൂടിയുണ്ട്. അത് സൂറത്ത് അഹ്സാബിലാണ്. വബ്തഗി ബിമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് ലഭിക്കുന്ന എല്ലാം, അത് വിദ്യാഭ്യാസം, ജോലി, സ്ഥാനം, പദവി, വരുമാനം, തൊഴില്, കൃഷി, കച്ചവടം, എങ്ങനെയായിരുന്നാലും ഇതെല്ലാം ഉപയോഗിക്കേണ്ടത് പരലോക നേട്ടത്തിന് വേണ്ടിയായിരിക്കണം. അതിങ്ങനെ സ്വരൂപിച്ച് അതിൻ്റെ മേലെ അടയിരുന്നിട്ട് ആധിപത്യം സ്ഥാപിക്കുന്നതിനല്ല. അത് ജനങ്ങൾക്ക്, അവനും അവൻ്റെ കുടുംബത്തിനും അയൽവക്കത്തിനും നാടിനും ജനങ്ങൾക്കൊക്കെ ഉപയുക്തമാകണം. ദുനിയാവിലെ ഓരോഹരിയും നീ മറന്നു പോകണ്ട. വലാ തബ്ഗിൽ ഫസാദ്, അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആയത്തിനകത്ത് ഉപയോഗിച്ചൊരു വാചകം അതാണ്. ഒരു ജീവിതത്തിൽ ഒരു കുഴപ്പവും ജനജീവിതത്തിൽ നീ വഴിയുണ്ടാക്കരുത്. ജനജീവിതം ദുസ്സഹമാകാനും ദുഷ്കരമാകാനും നിന്റെ സമ്പാദ്യം വഴി ജനങ്ങൾക്ക് ഉപദ്രവകരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ സമ്പത്തുമായി ബന്ധപ്പെട്ട് കുറേ നിബന്ധനകളും നിയമങ്ങളും ഉണ്ട്. നിരോധനങ്ങൾ, മായം ചേർക്കൽ, പൂഴ്ത്തി വയ്ക്കൽ, അമിത വില ഈടാക്കൽ, ഉള്ളത് ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിക്കൽ, കള്ളസത്യം ചെയ്യൽ, വഞ്ചന നടത്തൽ, അങ്ങനെ തുടങ്ങി സമ്പത്തിന്റെ കൈകാര്യ മേഖലയിൽ ഇസ്ലാം നിഷിദ്ധമാക്കി പ്രഖ്യാപിച്ചു, ഹറാമുകളാണെന്ന് പറഞ്ഞു. അപ്പൊ അതുവഴി ജനങ്ങൾക്ക് ഫസാദ് ഉണ്ടാവും ജീവിതത്തിൽ. അപ്പോൾ ഒരു വിഭാഗത്തിന്റെ കയ്യിൽ സമ്പത്ത് വരും, വേറൊരു വിഭാഗത്തിൽ ഒന്നുമില്ലാതെ ദാരിദ്ര്യത്തിന്റെ അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങും എന്നർത്ഥം. അത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന്റെ കണക്കൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ എങ്ങനെ അത് പ്രയാസകരമായി മാറി എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ തന്നെ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മതി. അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. ഇന്നമ യുവഫ്ഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, സൂറത്തു സുമർ. ജീവിതത്തിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയോടെയും ജീവിക്കണം, കരുതലുണ്ടാകണം. എന്നാൽ അള്ളാഹു നിശ്ചയിച്ച ഏതൊരവസ്ഥയാണോ തന്നിൽ വന്നുകൂടുന്നത്, ക്ഷമയോടും സഹനതയോടും കൂടി അതിൽ തൃപ്തി വരണം. എന്നാൽ അള്ളാഹു അവർക്ക് അതിൻ്റേതായ പ്രതിഫലം പൂർണ്ണമായി നൽകും ഖിയാമത്ത് നാളിൽ.
ഇന്നമായു അഫ്വസാബിറൂന, ക്ഷമാലുക്കളായ ആളുകൾക്ക് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും അതിൻ്റെ പ്രതിഫലം. മലക്കുകളോട് അള്ളാഹു ആവശ്യപ്പെടുന്ന ഒരു ആവശ്യവും അതിന് മലക്കുകൾ നൽകുന്ന ഉത്തരവും സൂറത്ത് റഅദിന്റെ ഒരായത്തിന്റെ വിവരണത്തിലുണ്ട്. അതിൽ അള്ളാഹു മലക്കുകളോട് പോകും, നിങ്ങൾ അവരെ സന്ദർശിക്കണം. സാധുക്കളായ ആളുകളെയാണ് ഈ ഉണർത്തുന്നത്, ഉദ്ദേശിച്ചത്. അപ്പം മലക്കുകൾ ചോദിക്കും, ഞങ്ങൾ വാനലോകത്ത് അതിവിശേഷവും വളരെ മഹത്വവൽക്കരിക്കപ്പെട്ടതുമായ ഒരു സൃഷ്ട സമൂഹമാണ്, ഞങ്ങൾ എന്തിനാണ് അവരുടെ അടുത്ത് പോവുക? അപ്പം അള്ളാഹു പറയും, നിങ്ങൾ അവരെ സമീപിക്കണം. അതാണ് യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും തിബ്തും ഫനിഅമ ഉഖ്ബദ്ദാർ. സൂറ റഅദ്. എല്ലാ സ്വർഗ കവാടങ്ങളിലൂടെയും മലക്കുകൾ പ്രവേശിക്കും. എന്നിട്ട് അവരോട് പറയും, അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ, നിങ്ങൾ ക്ഷമിച്ചു. ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചതിൻ്റെ പേരിൽ. ജീവിതത്തെ ഉൾക്കൊള്ളുന്ന മേഖലയിലാണ് ഈ ക്ഷമ. ഫനിഅമ ഉഖ്ബദ്ദാർ, പ്രതിഫല സ്ഥാനം എത്രയോ നല്ലതാകുന്നു ഇത് എന്ന് അവരെ മലക്കുകൾ ഉണർത്തുന്നതാണ്. അപ്പൊ രണ്ട് വശമാണ് ഇവിടെയുള്ളത്. ഒന്ന്, സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആയുണ്ട്. അത് അനസ്, തൻ്റെ വേലക്കാരനും ഭൃത്യനും കൂടെയുള്ളയാളുമാണ് അനസ്. അനസിന് വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യുക മാത്രമല്ല, ബർക്കത്തുള്ള സമ്പത്ത് ജീവിതത്തിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം എന്നാണ് അവിടെ നിന്ന് ഉണർത്തിയത്. ബർക്കത്തുള്ളത് എന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്. അല്ലാഹുമ്മ അക്സിർ മാലഹു വ വലദഹു, ഇത്രയും പറഞ്ഞിട്ട് നബിയുടെ ദുആ അനസിന് വേണ്ടി വ ബാരിക് ലഹു ഫീമാ അഅ്തൈത. ഇതെല്ലാം ബുഖാരിയിലെ ഒരധ്യായത്തിന്റെ താഴെ വരുന്ന ഹദീദുകളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹുവേ, ഇദ്ദേഹത്തിന് നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണം. അനസ് റളിയല്ലാഹു അൻഹു ഉംറയ്ക്ക് വന്ന് തവാഫ് ചെയ്യുമ്പോൾ 70 മക്കളും പേരക്കുട്ടികളുമായി 70 പേര് അദ്ദേഹത്തിന്റെ ചുറ്റും. വലിയ സമ്പന്നനായി പിന്നീട്. എന്നിട്ട് നബിയുടെ പ്രാർത്ഥന, ബാരിക് ലഹു ഫീമാ അഅ്തൈത, നീ കൊടുക്കുന്നത് എന്തായാലും അതിൽ ബർക്കത്തുണ്ടാകും, അത് സന്തോഷകരമായി വേണ്ടുവോളം ഉപയോഗിച്ച് സംതൃപ്തി അടയാനുള്ള സൗഭാഗ്യം വേണം, അനുഭവിക്കാൻ യോഗം വേണമെന്നർത്ഥം. നീ നൽകുന്നത് എന്തോ അത് ജീവിതത്തിൽ അനുഭവിക്കാനുള്ളൊരു അവസരം ഉണ്ടാകണം, അത് സന്തോഷത്തോടും സംതൃപ്തിയോടും അനുഭവിക്കാൻ നീ അവസരം നൽകണം. അനസ് റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോൾ 120 മക്കളും പേരക്കുട്ടികളും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. 120 ആളൊരാളെ നോക്കാനുണ്ടായാലുള്ള അവസ്ഥ കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ മക്കളിലും ബർക്കത്തുണ്ടായി, സമ്പത്തിലും ബർക്കത്തുണ്ടായി. നമുക്ക് സമ്പത്തിലും ബർക്കത്ത് വരില്ല, മക്കളിലും വരില്ല. അതുകൊണ്ട് മക്കളും നോക്കാനുണ്ടാവില്ല, നാട്ടുകാരും നോക്കാനുണ്ടാവില്ല, സമ്പത്തും ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ ഈ 2 വാക്കുള്ളൂ ആ ഹദീസിൽ, നബിയുടെ ആ ദുആയിൽ. പക്ഷേ അതിൻ്റെ അർത്ഥം എത്രമാത്രം ജീവിതത്തിൽ പ്രസക്തമായി വ്യാപിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പം ഇല്ലായ്മ എന്നതൊരു ദോഷമല്ല, സമ്പത്തുണ്ടാവുക എന്നതൊരു പ്രയാസമല്ല. അബൂദറിനോട് നബി പറഞ്ഞൊരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്പത്ത് കൂടുതലുണ്ടാവുക എന്നാൽ പരലോകത്ത് കുറച്ചുണ്ടാവുക എന്നാണ് അതിൻ്റെ അർത്ഥം.
ഇവിടെ കൂടുന്തോറും പരലോകത്ത് നേടേണ്ട നേട്ടം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇല്ലെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ശ്രമിച്ചാൽ മതി. ബുഖാരിയിൽ, സഹീഹുൽ ബുഖാരിയിൽ തന്നെ കുറേ സാധുക്കൾ നബിയെ എടുത്തു വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, അഹ്ലുദ്ദുസൂർ എന്നാണ് ഹദീസിലെ പദം, അവർ സ്വർഗം കരസ്ഥമാക്കി പോകുന്നു. സമ്പന്നരായ ആളുകൾ, അവർ നമസ്കരിക്കും, നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്യും, പണം കൊടുത്ത് സ്വർഗം മേടിക്കുക. ഞങ്ങൾക്കിതിൽ പലതും ചെയ്യാൻ കഴിയില്ല, സമ്പത്തില്ല, സക്കാത്തില്ല, ഹജ്ജിന് പോകണ്ട. അപ്പൊ ഞങ്ങളെ എല്ലാം മറികടന്ന് അവർ സ്വർഗവാസികളാകുന്നു. അപ്പൊ റസൂലുള്ള സഹാബികളെ പഠിപ്പിച്ചതാണ് നമസ്കാര ശേഷമുള്ള തസ്ബീഹും തഹ്ലീലും തക്ബീറും. കുറെ കഴിഞ്ഞപ്പോൾ അവരും ഇത് മനസ്സിലാക്കിയിട്ട് ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ സഹാബികൾക്ക് ആവലാതി ഉണ്ടായി. അവരിതല്ലാതെ തന്നെ പണം ഉപയോഗിച്ചിട്ടാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ഉപയോഗിച്ചിട്ടാണ് സ്വർഗം നേടിയത് എങ്കിൽ ആ സ്ഥാനത്ത് ഞങ്ങൾക്ക് നൽകിയതാണല്ലോ ഈ കാര്യം, തസ്ബീഹ്. അത് സങ്കടപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അവർക്ക് എന്ത് ലഭിക്കുന്നു എന്നതും അത് എന്ത് ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പരലോക വിജയത്തിൻ്റെ നിദാനം. നിങ്ങൾ ഇതെങ്ങനെയാണോ ഉപയോഗപ്പെടുത്തുന്നത്, നിങ്ങളുടെ നിയ്യത്ത്, നിങ്ങളുടെ ഇഖ്ലാസ്, അതനുസരിച്ചാണ് പരലോകത്ത് നിങ്ങൾക്കും പ്രതിഫലം നിർണയിക്കുക. നിങ്ങൾക്ക് പരസ്പരം മത്സരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ ഉണർത്തുകയുണ്ടായി. രണ്ടവസ്ഥയും ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, ഗൗരവപൂർവം, അനുഭവത്തോടെ, സംതൃപ്തിയായി ഉപയോഗിച്ച് ജീവിച്ച് മരിക്കാൻ നാം ശ്രമിക്കുക എന്നതാണ്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.